വെള്ളം കൂടിയല്ലോ. കിട്ടിയാടാ? കിട്ടിയാ? എവിടെ എവിടെ വള്ളത്തിനെ കാണിച്ചേ? എവിടെ കാണിച്ചേ? നീ അനക്കാണ്ട് വെച്ചേ. വാവ്. ഞാൻ വന്ന വഴി നമ്മുടെ കടവിലോട്ട് വന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ കുഞ്ഞു ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുന്നേ. അവൻ ആദ്യം ഒരു പള്ളത്തിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവേശം മൂത്തിട്ട് ഞാനും ഒരു ചൂണ്ടയായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോഴേ നമ്മുടെ പുഴയിലത്തെ മീൻ മൊത്തം കടലിൽ പോയെന്നാണ് തോന്നണേ. ഒരു മീൻ പോയിട്ട് ഒരു പൊടിമീൻ പോലും കിട്ടിയില്ല കേട്ടോ. അതുവരെ കിട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞൂന് പോലും മീൻ കിട്ടാണ്ടായേ. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ മീനെ കിട്ടിയില്ലെങ്കിലും കൊതുകിന് കുറച്ച് ചോരയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴാണ് ശ്രീ പറഞ്ഞത് നമുക്ക് നമ്മുടെ മീൻമല ഒന്ന് പൊക്കി നോക്കാന്നേ. അങ്ങനെ ഇവിടുത്തെ ഈ നാട്ടിലെ പ്രശസ്ത അരയത്തിയും സാധാരണ കൊമ്പസ് പുറം കടലിൽ പോയി സ്രാവിനെയൊക്കെയാണ് പിടിക്കുന്നത്. ഇന്നിപ്പോൾ കാറ്റും കോളും കയറി കടലിൽ കലിച്ച് കിടക്കണ കാരണം അവൾ ഇവിടെ ഒരു സെറ്റപ്പ്, ചെറിയ സെറ്റപ്പിൽ എടുക്കാം. വല പിടിച്ചാൽ മതി. അത് ഞാൻ മുടക്കിയിട്ടേക്കണ. ആ ചെറുമീനുണ്ട്, പരലുണ്ട്. നന്ദനാണ്. നീ അത് ഇങ്ങനെയല്ല എടുക്കണത്. ആ ഇവിടെ എടുത്തു. നന്ദൻമീ ശ്രീ കാണിച്ച കൂടെ കയ്യിലെടുത്തു. ഇതിന് നമ്മൾ കറി വെക്കൂല സുഹൃത്തുക്കളെ, വളരാൻ വിടും. അല്ല അതിനകത്ത് ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയ മീനെ. പിന്നെ എൻ്റെ കയ്യിരിക്കണ വരാൽ നമ്മുടെ വലയിൽ കയറിയതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ കലാപരിപാടികൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ബാക്കി വീഡിയോയുമായിട്ട് നാളെ കാണാം.